പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്ന് ഓണത്തിൻ്റെ വരവറിയിക്കുന്ന അത്തം. ഒരു കഥ കേൾക്കൂ. അത്തച്ചമയ ഘോഷയാത്ര. ഇന്നല്ലേ അത്തച്ചമയ ഘോഷയാത്ര, നമുക്ക് പോകണ്ടേ? ഡിങ്കിരിമാൻ കൂട്ടുകാരോട് ചോദിച്ചു. ഓ, ഞങ്ങളെങ്ങും വരുന്നില്ല. സിംഹരാജാവിൻ്റെയും കിങ്കരന്മാരുടെയും ജാട കാണാൻ വേറെ പണിയൊന്നുമില്ലേ? ചിപ്പുകുരങ്ങൻ പറഞ്ഞു. ഞങ്ങളില്ലേ? മാൻകുട്ടികളും പറഞ്ഞു. ഞങ്ങളുമില്ല. മുയൽക്കുട്ടികൾ ഏറ്റുപിടിച്ചു. അങ്ങനെ പറയരുത് മക്കളെ. രാജ്യഭരണകാലത്തെ ആചാരങ്ങളും ചടങ്ങുകളും ചരിത്രവും ഐതിഹ്യവും പുതിയ തലമുറയെ പരിചയപ്പെടുത്താനാണ് ഘോഷയാത്ര. അവിടെ രാജാവിൻ്റെ ആഡംബരമോ പൊങ്ങച്ചമോ ഇല്ല. ശിങ്കാരിക്കുരങ്ങമ്മൂമ്മ പറഞ്ഞു. അതെ, വനാധിപത്യ സർക്കാർ അധികാരമേറ്റതിനു ശേഷം സർക്കാരിൻ്റെ നേതൃത്വത്തിലാണല്ലോ അത്തം ഘോഷയാത്ര നടത്തുന്നത്. രാജാവും പരിവാരങ്ങളും പഴയ രാജഭരണത്തിൻ്റെ വർണ്ണക്കാഴ്ചകളും നമുക്ക് മുന്നിൽ കാണിക്കുന്നുവെന്ന് മാത്രം. മുത്തശ്ശി മുയൽ പറഞ്ഞു. രാജവീതിക്ക് ഇരുവശവും നിന്ന് നമ്മുടെ അപ്പൂപ്പന്മാരെല്ലാം പണ്ട് കണ്ട കാഴ്ചകളുടെ ചെറുമാതൃകകളാണ് ഇപ്പോൾ കാണാൻ വേണ്ടി ഒരുക്കുന്നത്. അത് കാണുന്നതിൽ എന്താണ് തെറ്റ്? വീരൻ കരടി അപ്പൂപ്പൻ ചോദിച്ചു. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാനും അവസരമുണ്ടായിരുന്നു. ഏതായാലും പോയി കണ്ടു നോക്കാം എന്നു പറഞ്ഞ് കൂട്ടുകാർ അത്തച്ചമയ ഘോഷയാത്ര കാണാൻ പുറപ്പെട്ടു. സ്വർണ്ണ നെറ്റിപ്പട്ടം കെട്ടി നിൽക്കും വമ്പനാം കൊമ്പന്മാർ മുന്നിലുണ്ട്. വർണ്ണച്ചിറകുകൾ വീശിയാടാൻ വർണ്ണമയിലുകൾ കൂടെയുണ്ട്. കാട്ടുപോത്തുണ്ടു കരടിയുണ്ട്, കൂട്ടത്തിൽ മാനും മുയലുമുണ്ട്. കുട്ടിക്കുരങ്ങന്മാർ ചെണ്ട കൊട്ടി മുമ്പിൽ നിരന്നു നടക്കുന്നുണ്ട്. ആനപ്പുറത്തുള്ളൊരമ്പാരിയിൽ വീരനാം സിംഹമിരിപ്പതുണ്ട്. കാട്ടുമൃഗങ്ങൾ തൻ കൂട്ടായ്മയിൽ ഏറ്റവും മനോഹരം ഘോഷയാത്ര. ഘോഷയാത്ര വരുന്നത് കണ്ട് വിമർശിച്ചവർ പോലും അമ്പരന്നു നിന്നു. ഒഴുകുന്ന പുഴ പോലെ അത്തച്ചമയ ഘോഷയാത്ര നീങ്ങിയപ്പോൾ അവരുടെ മനസ്സിലെ സംശയങ്ങളും ഒഴുകി നീങ്ങി.